ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ECED എന്ന് പറയുന്ന ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ട് ആൻഡ് PCB ഡിസൈൻ സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. സോ ബേസിക്കലി ECED എന്ന് പറയുന്നത് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ഇവർക്കെല്ലാം സർക്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യാനും സിമുലേറ്റ് ചെയ്യാനും PCB ഡിസൈൻ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഡിസൈൻ സോഫ്റ്റ്വെയർ ആണ് ECEDA. ECEDA മെയിനായിട്ടും 2 എഡിറ്റർ വേർഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ECEDA സ്റ്റാൻഡേർഡ് എഡീഷനും ECEDA പ്രോ എഡീഷനും. ബിഗിനർ ലെവലിലുള്ളവർക്കും സ്റ്റുഡൻസിനുമൊക്കെ സ്റ്റാൻഡേർഡ് എഡീഷൻ യൂസ് ചെയ്ത് സിമ്പിൾ സർക്യൂട്ട്സ് ഒക്കെ സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ ബിഗർ ലെവലിൽ സർക്യൂട്ട്സും പ്രൊജക്ട്സും ഒക്കെ ചെയ്യാനായിട്ട് ECEDA പ്രോ എഡീഷൻസും യൂസ് ചെയ്യാറുണ്ട്. ECEDA സ്റ്റാൻഡേർഡ് എഡീഷൻ്റെയും പ്രോ എഡീഷൻസിൻ്റെയും ആപ്ലിക്കേഷൻസ് നമുക്ക് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്ത് സിമുലേറ്റ് ചെയ്യാനായിട്ട് ഓൺലൈൻ എഡിറ്റേഴ്സും ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ ECEDAയിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ടൈം യൂസേഴ്സ് ആണെങ്കിൽ ലോഗിനോ രജിസ്റ്ററിൽ ചെന്നിട്ട് മെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്താൽ മതി. രജിസ്റ്റർ ചെയ്ത മെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിലോട്ടായിരിക്കും കയറുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ECEDA ഡിസൈനർ എന്നുണ്ട്, വർക്ക് സ്പേസ് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ECEDA ഡിസൈനർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഡിസൈൻ ചെയ്യാനുള്ള ആ പേജ് ഓപ്പൺ ആയി വരും. വർക്ക് സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ECEDA ഡിസൈനർ ഞാൻ സെലക്ട് ചെയ്താൽ നമുക്ക് സ്റ്റാൻഡേർഡ് എഡീഷനും പ്രോ എഡീഷനും വരും. നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് എഡീഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഒരു ഹോം പേജ് എന്ന് പറഞ്ഞ് വരുന്ന പേജ് ഇതാണ്. നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കോമൺ ലൈബ്രറി എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് കാണാം. ഇതിൽ കോമൺ ലൈബ്രറി സെലക്ട് ചെയ്താൽ നമുക്ക് കുറച്ച് ഒരു സർക്യൂട്ടിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ഇല്ലേ, ഗ്രൗണ്ട്, VCC, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, പവർ സപ്ലൈ, അങ്ങനെയുള്ള ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസിൻ്റെ സിമ്പിൾസ് ആയിരിക്കും കോമൺ ലൈബ്രറീസിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി കോമൺ ലൈബ്രറീസ് ഇല്ലാത്ത കമ്പോണൻസ്, അതായത് സെൻസേഴ്സ്, ICs, വൈഫൈ മൊഡ്യൂൾസ്, ട്രാൻസ്ഫോമേഴ്സ്, അങ്ങനത്തെ കോമൺ ലൈബ്രറീസ് ഇല്ലാത്ത കമ്പോണൻസ് നമുക്ക് ലൈബ്രറിയിൽ ചെന്ന് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് MQ135 സെൻസറാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് കീവേഡ് എന്നുള്ളിടത്ത് MQ135 എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ലിസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ആയി വരും. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഏത് സെൻസറാണോ വേണ്ട കറക്റ്റ് ആ കമ്പോണൻറ്റ് സെലക്ട് ചെയ്ത് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഫയൽ ചെന്നിട്ട് ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഡയലോഗ് ബോക്സ് വരും. അതിൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടൈറ്റിൽ എഡിറ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊരു സ്ക്രീൻ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ നമ്മുടെ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം കുറച്ച് വയറിംഗ് ടൂൾസ് എന്നൊക്കെ പറഞ്ഞ് കാണാം. അത് നമ്മൾ കമ്പോണൻസ് എല്ലാം പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് കണക്ഷൻസ് കൊടുക്കാനായിട്ടുള്ളതും, അതായത് VCCയും ഗ്രൗണ്ടും ഒക്കെ കൊടുക്കാനായിട്ടുള്ള ടൂൾസാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കമ്പോണൻസ് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു റെസിസ്റ്ററാണ് പ്ലേസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ കോമൺ ലൈബ്രറീസിൽ പോയി റെസിസ്റ്റർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയായിട്ടാണോ വേണ്ടത് അവിടെ ജസ്റ്റ് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ അത് പ്ലേസ് ആവുന്നു. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആ കമ്പോണൻറ്റിൻ്റെ വാല്യൂ ആണ് മാറ്റേണ്ടതെങ്കിൽ, ഇപ്പം നമ്മൾ പ്ലേസ് ചെയ്ത കമ്പോണൻറ്റിൻ്റെ വാല്യൂ 1K എന്നാണ് കിടക്കുന്നത്. നമുക്ക് ആ 1K മാറ്റി ഒരു 10K അല്ലെ 100K ആണ് മാറ്റേണ്ടതെങ്കിൽ ആ 1K എന്നുള്ളതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വാല്യൂ എത്രയാണോ കൊടുക്കേണ്ടത് അത് എഡിറ്റ് ചെയ്ത് മാറ്റുക. ഇനി ഇതല്ലാതെ നമുക്ക് അറ്റ്മെഗയുടെ IC, വൈഫൈ മൊഡ്യൂൾസ്, MQ135 സെൻസേഴ്സ്, ഇങ്ങനത്തെ കമ്പോണൻസ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ലൈബ്രറി പോയിട്ട് കീവേഡ്സ് എന്ന് പറഞ്ഞ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അറ്റ്മെഗയാണ് അറ്റ്മെഗ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അറ്റ്മെഗയുടെ സീരീസിലുള്ള കമ്പോണൻസ് എല്ലാം അവിടെ വരും. അത് ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണാം അതിൻ്റെ ഒരു പിൻ ഡയഗ്രാമും PCB ലേഔട്ടും. അത് നമ്മൾ നോക്കിയിട്ട് ആവശ്യം ഉള്ള ഏത് കമ്പോണൻ്റ് ആണോ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. നമുക്ക്
നമുക്കിപ്പോൾ ഒരു 7805 IC യൂസ് ചെയ്ത് ഒരു 5 വോൾട്ട് DC പവർ സപ്ലൈയുടെ സർക്യൂട്ട് ഡയഗ്രാം DCDA സ്റ്റാൻഡേർഡിൽ നമുക്ക് അതിന് സർക്യൂട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ സർക്യൂട്ടിൽ നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, 4 ഡയോഡ്സ്, ഒരു ബ്രിഡ്ജായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് 4 ഡയോഡ്സ് വേണം. ഇവിടെ ഒരു കപ്പാസിറ്റർ 470 മൈക്രോ ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ, 0.1 മൈക്രോ ഫാരഡിൻ്റെ വേറെ 2 കപ്പാസിറ്റേഴ്സ്, പിന്നെ 7805ൻ്റെ ഒരു IC. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട്. അപ്പോൾ ആദ്യം നമുക്ക് കമ്പോണൻസ് ആണ് നമുക്ക് വേണ്ടത്. ചെയ്യാനായിട്ട് വേണ്ടത് ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്. അത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിനകത്ത് ലൈബ്രറി സെലക്ട് ചെയ്യുക. അവിടെ ജസ്റ്റ് ട്രാൻസ്ഫോമർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കീവേഡ്സ് എന്നുള്ള അവിടെ ട്രാൻസ്ഫോമർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കമ്പോണൻസ് അവിടെ വരും. അപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ്സസ് ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന LCSC എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ യൂസർ കോൺട്രിബ്യൂട്ടർ എന്ന് കൊടുക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ കമ്പോണൻസ് വരും. ആൻഡ് അതിനകത്തുനിന്ന് എനിക്ക് ഏത് കമ്പോണൻ്റ് ആണ് വേണ്ടതെന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോഴും നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ പിൻ ഡയഗ്രവും കറസ്പോണ്ടിങ് PCB ലേഔട്ടും വരും. അപ്പോൾ അത് നോക്കി നമുക്ക് ഏത് കമ്പോണൻ്റ് ആണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് പ്ലേസ് ചെയ്താൽ മതി. കമ്പോണൻ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലേസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെയായിട്ടാണോ ഈ കമ്പോണൻ്റ് വരുന്നത് അവിടെ ജസ്റ്റ് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ബ്രിഡ്ജ് റെക്ടിഫയറിന് വേണ്ടി 4 ഡയോഡാണ്. അപ്പോൾ അത് ലൈബ്രറി ചെല്ലുക, ഡയോഡ്സ് എടുക്കുക, സെലക്ട് ചെയ്തു, പ്ലേസ് ചെയ്തു. അപ്പോൾ കമ്പോണൻ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ R എന്ന് പറഞ്ഞ് ലെറ്റർ ക്ലിക്ക് ചെയ്താലും മതി. അടുത്ത നമുക്ക് വേണ്ടത് ഒരു 470 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ ആണ്. അത് കോമൺ ലൈബ്രറിയിൽ തന്നെ നമുക്ക് കപ്പാസിറ്റേഴ്സ് ഒക്കെ അവൈലബിൾ. അപ്പോൾ അതിനകത്ത് നമുക്ക് കപ്പാസിറ്റർ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വേണ്ടത് 0.1 മൈക്രോ ഫാരഡിൻ്റെ 2 കപ്പാസിറ്റേഴ്സ് ആണ്. അതും സെലക്ട് ചെയ്തിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് 7805ൻ്റെ IC ആണ്. അത് നമ്മുടെ ലൈബ്രറിയിൽ ചെന്നിട്ട് ട്രാൻസ്ഫോമർ മുമ്പേ സെർച്ച് ചെയ്ത പോലെ തന്നെ 7805 എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കമ്പോണൻസ് വരും. നമുക്ക് വേണ്ടത് ഏതാണെന്ന് നോക്കിയിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. കമ്പോണൻസ് എല്ലാം നമ്മൾ പ്ലേസ് ചെയ്ത് കഴിയുമ്പം കമ്പോണൻസിൻ്റെ വാല്യൂസ് എല്ലാം സർക്യൂട്ടിലെ പോലെ തന്നെയാണോ നോക്കുക. അപ്പോൾ നമുക്കിവിടെ 470 മൈക്രോ ഫാരഡിൻ്റെ അവിടെ ഈ ഫസ്റ്റ് കപ്പാസിറ്റർ 470 മൈക്രോ ഫാരഡാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ 1 മൈക്രോ ഫാരഡ് എന്നുള്ള അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എത്രയാണോ വേണ്ടത് ആ വാല്യൂ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കമ്പോണൻസ് എല്ലാം പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണോ അതുപോലെ നമുക്ക് കണക്ഷൻസ് ഡ്രോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി വയർ ടൂള് മുകളിൽ നമുക്ക് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് കണക്ഷൻ എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ വയർ തീരുന്ന എവിടെയാണോ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ വയർ അവിടെ ജസ്റ്റ് കണക്ട് ആയിക്കോളും. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഈ ഡയോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. പിന്നെ നേരെ അത് വരച്ച് കണക്ഷൻ തീരുന്ന എവിടെയാണോ അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ വയർ വന്നോളും. അതുപോലെ നമ്മുടെ സർക്യൂട്ട് നോക്കി ഫുൾ കണക്ഷൻസും കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈ 7805 നിന്ന്
ഒരു ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഈ കമ്പോണൻസ് എല്ലാം കൂടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഗ്രൗണ്ട് പ്ലേസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ കോമൺ ലൈബ്രറിയിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. ജസ്റ്റ് ഗ്രൗണ്ട് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്താൽ മതി. ഇത് വീണ്ടും വയർ സെലക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്താൽ ഈ സർക്യൂട്ട് ഡയഗ്രം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് 7805 യൂസ് ചെയ്ത് നമ്മളൊരു 5 വോൾട്ട് DC പവർ സപ്ലൈ സർക്യൂട്ട് ഡയഗ്രം ECEDA ചെയ്തെടുക്കുന്നത്.